ഫ്രണ്ട്സ്, നമ്മൾ പറയുന്ന ഒരു വന്ദേ ഭാരത് യാത്രയെ പറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്രയാണ്. പിള്ളേരുടെ അവധി ആയതുകൊണ്ട് ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായെന്ന് വിചാരിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ 2019 ശരിക്കും ഈ ട്രെയിൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ വന്നൊരു സിസ്റ്റത്തിൽ വന്നിരുന്നെങ്കിൽ പോലും 2 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ ഈ ട്രെയിൻ വന്നിട്ട്. 2023 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ട്രെയിൻ കേരളത്തിൽ ഓടാൻ തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും 8 കോച്ചുകളുള്ള ട്രെയിനാണ് വന്ദേ ഭാരത്. അതിൻ്റെ അകത്ത് ഒരു എക്സിക്യൂട്ടീവ് ചെയറും ബാക്കി CC ചെയറും മാത്രമുള്ള ട്രെയിനുകളാണ്. 7 ബോഗിയുള്ള CC ചെയറാണ് വരുന്നത്. തീർച്ചയായിട്ടും നല്ല സുഖപ്രദമായ യാത്രയാണ്. ഞങ്ങളിപ്പോൾ CC ചെയർ കാറിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം 3-2 എന്നുള്ള സീറ്റ് ബേസിലാണ് ഈ ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം സ്പേസ് ഉള്ളതും അതുപോലെ തന്നെ സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. വന്ദേ ഭാരതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് എക്സിക്യൂട്ടീവ് ചെയർ ഒരു പരിധിക്കപ്പുറമായിട്ട് അതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഈ CC ചെയർക്കാരന് അത് മൊത്തം AC ആണെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് ചെയറിന് ഇരട്ടി പൈസ വരുന്നുണ്ട്. അതായത് നമുക്ക് 500 രൂപ CC ചെയർക്കാരനുണ്ടെങ്കിൽ 1000 രൂപയോളം തന്നെ എക്സിക്യൂട്ടീവ് ചെയറിന് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായ ഒരു ട്രെയിനായിട്ട് അതിനെ കാണാം. ഈ ട്രെയിനിൻ്റെ പരമാവധി സ്പീഡ് 200 കിലോമീറ്റർ എടുക്കാൻ പറ്റുന്നതാണ്. എന്നാലും നമ്മുടെ കേരളത്തിലെ യാത്രാ സൗകര്യം വളരെ പരിമിതമായതുകൊണ്ടും സ്റ്റോപ്പുകൾ അടുത്തായതുകൊണ്ടും വളവുകളും തിരിവുകളും ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡ് 180 തൊട്ട് 160 സ്പീഡിൽ മാത്രമേ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ 180, 200 വരെ സ്പീഡിൽ പോകുന്ന ട്രെയിനാണിത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് 160 ഉള്ളൂ. കാരണം സ്റ്റോപ്പുകൾ പരിമിതമായ സ്ഥലങ്ങളിൽ സ്റ്റോപ്പുകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് എടുക്കുന്ന രീതി തന്നെ 55 സെക്കൻഡിൻ്റെ അകത്ത് 100 വരെ 100 കിലോമീറ്റർ സ്പീഡിലോട്ട് 55 സെക്കൻഡിൽ ഈ ട്രെയിൻ സ്പീഡ് എടുക്കും. ഇത് വളരെ പേരും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഭാരതിൻ്റെ ടിക്കറ്റ് റേറ്റ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ CC ചെയറിന് 1590, എക്സിക്യൂട്ടീവ് ചെയറിന് 2880 രൂപയാണ്. ഫുഡ് ഉൾപ്പെടെ വരും. ഫുഡ് അതിൻ്റെ 359 രൂപയാണ്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബ്രോഡ് ഗേജ്. നമുക്ക് ഇന്ത്യയിൽ 2 രീതിയിലുള്ള ട്രെയിനുകളാണുള്ളത്. ഒന്ന് ബ്രോഡ് ഗേജും ഒന്ന് സ്റ്റാൻഡേർഡ് ഗേജും. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗേജ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനുകളെല്ലാം തന്നെ ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന ട്രെയിനുകളെല്ലാം തന്നെ ബ്രോഡ് ഗേജിലാണ് ഓടുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് നമുക്കുള്ളത് മെട്രോയും മോണോറെയിലും ട്രാം ട്രെയിനും മാത്രമാണ്. മറ്റൊന്നും തന്നെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. എല്ലാം കൊണ്ടും നമുക്ക് നല്ല ബ്രോഡ് ഗേജ് തന്നെയാണ്. നമ്മുടെ മോഹന പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി അല്ലെ കേരള പദ്ധതി, അത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് ഒരിക്കലും നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ഒരു കാരണവശാലും ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സ്റ്റേറ്റ് മാത്രം നിർബന്ധിക്കുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റിന് അത് ഗുണകരമല്ല വരും. നമ്മളിവിടെ ഒരു ട്രെയിൻ കേരളയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ നമ്മുടെ കേരളം കൊണ്ട് മാത്രം നിൽക്കേണ്ടി വരും. അതേ സാഹചര്യത്തിനകത്ത് ഒരു ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഇന്ത്യ മൊത്തം ഓടുന്ന ട്രെയിനിലും ബ്രോഡ് ഗേജിലാണ് വരുന്നത്. ആ ബ്രോഡ് ഗേജിന്റെ വ്യത്യാസം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഗേജും ബ്രോഡ് ഗേജും ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 5.6 അടി നീളമാണ് നമ്മുടെ ഈ വിഡ്ത്ത്. അതായത് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ പാളങ്ങൾ തമ്മിലുള്ള വിഡ്ത്തിനെയാണ് ഈ ബ്രോഡ് ഗേജിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5 അടി 6 ഇഞ്ച് നീളത്തിലാണ് നമ്മുടെ ഈ ബ്രോഡ് ഗേജ് വരുന്ന ട്രെയിനുകളെല്ലാം ഉള്ളത്. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജ് വിടുന്ന ട്രെയിനുകളെല്ലാം തന്നെ 4.8 ഇഞ്ച്, അതായത് വിദേശ നിർമ്മിതമായിരിക്കും. ആ വിദേശ നിർമ്മിതമായ ട്രെയിനുകളെല്ലാം ഓടുന്നത് നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ പറ്റില്ല. അതായത് 4 അടി 8 ഇഞ്ചിന് വരുന്നൊരു ട്രെയിൻ തീർച്ചയായിട്ടും 5 അടി 6 ഇഞ്ചുള്ള ഒരു പാളത്തിൽ ഓടാൻ പറ്റാതെ വരും. അപ്പം സ്റ്റാൻഡേർഡ് ഗേജ് ഒരു കാരണവശാലും നമ്മുടെ നിരത്തുകളിൽ കേരളത്തിന് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ മൊത്തം ഭാഗത്തിന് ആവശ്യമുണ്ടാകില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിൻ്റെ ആവശ്യകരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു തീരുമാനം കൊണ്ട്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിലവിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ഗുണകരമായതാണ് ഇതുപോലത്തെ ട്രെയിനുകൾ. ഇപ്പം ഓൾറെഡി നമുക്ക് കേരളത്തിൽ 2 ട്രെയിൻ വരാൻ പോകുന്നു. ഒരു ട്രെയിൻ ഇപ്പോൾ ഓടുന്നത് ഈ കോട്ടയം വരെ ഓടുന്നെങ്കിലും അടുത്ത ട്രെയിൻ ആലപ്പുഴ കൂടി ഒരു ട്രെയിനോട് വരുന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 8 ബോഗികളുള്ളതും 16 ബോഗികളുള്ളതും 20 ബോഗികളുള്ള ട്രെയിനുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഈ ട്രെയിനുകളിലെ ഏറ്റവും സുഖപ്രദമായ യാത്ര ഈ CC ചെയർക്കാർ, അതായത് ചെയർക്കാറിൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് എല്ലാം അലോഡാണ്. ശരിക്കും പറഞ്ഞാൽ CCTV നിരീക്ഷണമുണ്ട്. ഇതിനകത്ത് AC വെന്റുകളുണ്ട്. ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാം, അതായത് സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് അവോയ്ഡ് ചെയ്യാനുള്ള സിസ്റ്റമുണ്ട്. സെൻട്രൽ ലോക്ക് സിസ്റ്റമുണ്ട്. ഡോറെല്ലാം സെൻട്രൽ ലോക്കാണ്. നല്ല അത്യാധുനികമായുള്ള ബാത്റൂമുകളുണ്ട്. പിന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള വിൻഡോസ് ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത്
നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് എക്സിക്യൂട്ടീവ് ചെയറിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായും യാത്ര ചെയ്യാം. അതിനകത്ത് അവരുടെ കംഫർട്ടിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി നമ്മുടെ ഫുഡ് വെക്കുന്നതിന് ഒരു സ്പേസ് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഡിന്നർ ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിലും മറ്റേ തന്നെ നേരെ സെൻറ്റർ നമുക്ക് അതുപോലെ 180 ഡിഗ്രിക്കകത്ത് ആ ചെയർ നമുക്ക് തിരിക്കാൻ പറ്റും. എക്സിക്യൂട്ടീവ് ബോയ്ക്കകത്ത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടേക്കുന്നതാണ് 180 ഡിഗ്രിക്കകത്ത് ആ ചെയർ തിരിച്ചു വെക്കാം എന്നുള്ള വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കും അത്യാവശ്യം എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഈസി ചെയർക്കാരനകത്താണ്. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. നല്ല നല്ല സ്പേസ് ഉണ്ട്. എത്രയോ ഒരു 6 അടിക്കുള്ള ആൾക്കാർക്ക് പോലും നല്ല സുന്ദരമായിട്ട് കാല് വെക്കാം. അത്യാവശ്യം കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് വെള്ളമാണ്. വെള്ളം നമുക്ക് ഈ വെള്ളം നമുക്ക് കോംപ്ലിമെന്ററി ആണ്. അതുപോലെ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വെള്ളം ആവശ്യപ്പെടാം, വാങ്ങിക്കാം, അത് നമ്മുടെ അവകാശമാണ്. എക്സിക്യൂട്ടീവ് ചെയറിനകത്ത് 1 ലിറ്റർ വെള്ളവും മറ്റേത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് നമുക്ക് തരുന്നത്. ആ ബോട്ടിൽ നമുക്ക് എത്ര ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും തരും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആവശ്യമുള്ള രീതി നമുക്ക് വാങ്ങിക്കാൻ, ക്യാൻസൽ ചെയ്യാം. അതിനൊന്നും മറ്റു പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ലോക്കോപ്പായ ഡ്രൈവ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ TTR വളരെ രീതിയിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിലും അതുപോലെ രീതിയിലുള്ള അവർ ഇടപെടുന്ന രീതികൾ തന്നെ വളരെ നമുക്ക് ഏറ്റവും ആകർഷണീയമാണ്. അത് ഇടപെടുന്ന സ്റ്റാഫുകളൊക്കെ തന്നെ വളരെ മാന്യമായിട്ട് ഇടപെടുന്നു. പിന്നെ നമുക്ക് ഫുഡ് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ശരിക്കും IRCTC എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നേരിട്ട് കൗണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്യാം. എന്നാലും IRCTC വഴി ബുക്ക് ചെയ്താലുള്ള ഗുണം നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഓപ്ഷണബിൾ ആണ്. ഫുഡ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. ഫുഡ് വേണമെങ്കിൽ നമുക്കത് കളയാം. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്കറ്റിനകത്ത് ബുക്ക് ചെയ്ത് എടുത്താൽ മതി. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും യാത്രയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ അതായത് ടൈം ഷെഡ്യൂൾ കൃത്യമായിട്ട് പാലിക്കുന്ന ട്രെയിനാണ് ഇപ്പോൾ നിലവിൽ വന്ദേ ഭാരത്. അതായത് നമുക്ക് ഇതിന്റെ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾ പരമാവധി ഒരു 50 ടിക്കറ്റിന് താഴെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് പിന്നെ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. കഴിവതും നമ്മൾ ഒരു 60 ദിവസം മുമ്പേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 60 ദിവസം മുമ്പ് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ സംബന്ധിച്ചിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം വന്ദേ ഭാരതിനെ പറ്റി ഒരു അഭിപ്രായം വെച്ചാൽ നമ്മുടെ റെയിലിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി വന്നേക്കുന്നത് നമ്മുടെ ഫുഡുകളെല്ലാം തന്നെ അടുത്ത കാലങ്ങളിൽ മോശമാണെന്നൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ കഴിച്ചില്ല, എൻ്റെ ഫുഡ് കിട്ടിയിട്ടേ ഉള്ളൂ. അത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. എന്തായാലും ഇപ്പം റെയിൽവേയുടെ ഒരു നിബന്ധനയിലായിരിക്കും ഇപ്പം മറ്റേ ഏജൻസിയൊക്കെ പുറത്താക്കിയെന്ന് പറയുന്നു. എത്ര കണ്ട് നല്ലതാണെന്ന് നമുക്കറിയില്ല. വീണ്ടും പറയുന്നു, കാരണം നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസലേഷൻ എന്നുള്ള രീതി നമുക്ക് 48 മണിക്കൂറിനകത്തുള്ളൂ മാത്രമേ ഉള്ളൂ. അതിനകത്തും സർവീസ് ചാർജ് അവരെടുക്കും. കാരണം നമ്മൾ കൊടുത്ത തുകയുടെ ഒരു സർവീസ് ചാർജും എടുത്തിട്ട് മാത്രമേ ഉള്ളൂ അവർ നമുക്ക് ആ തുക തരികയുള്ളൂ. 48 മണിക്കൂറിനകത്താണെങ്കിൽ 25% എടുത്തിട്ട് ബാക്കി 75% തുക നമുക്ക് കിട്ടുകയും 12 മണിക്കൂറിനകത്താണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50% കിട്ടുകയും 4 മണിക്കൂർ മുമ്പിലാണെങ്കിൽ നമുക്ക് ഒരു പൈസയും കിട്ടില്ല. പൂർണ്ണമായിട്ട് ആ പൈസ മുഴുവൻ പോകും. അതുകൊണ്ട് നേരത്തെ 48 മണിക്കൂർ മുമ്പ് ബുക്ക് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ക്യാൻസലേഷൻ എപ്പോഴും 48 മണിക്കൂർ മുമ്പ് ചെയ്യുക. ആ കൂടെ തന്നെ പറയുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നതും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ എടുക്കുന്ന ഒരു പൈസയും പോകത്തില്ല. നമ്മൾ 1/2 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്താൽ 1 രൂപ പോലും പോകാതെ നമ്മുടെ അക്കൗണ്ടിൽ വരും. റോഡ് ഗേജ് എന്ന് പറഞ്ഞ കാര്യം 5 അടി 6 ഇഞ്ച് പോകുന്നെങ്കിലും ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന വീതി 11 അടി വീതിയാണ് ഇതിനകത്തുള്ളത്. ഇതിന് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 14 അടി ഉയരമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത്, അതായത് നീളം എന്ന് പറയുന്നത് 70 ആൾക്കാരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 70 വരെയുള്ള ആൾക്കാർക്ക് ഒരു ബോഗിക്കകത്ത് യാത്ര ചെയ്യാൻ സാധിക്കും. വളരെ വിശാലമായ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ടോയ്ലറ്റ് തുറന്ന് കാണിക്കുന്ന ടോയ്ലറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ട്രെയിനിന്റെ നീളം, അതായത് 20 ബോഗിയുള്ള ട്രെയിനിന്റെ നീളം ഏകദേശം 1560 അടി നീളം ഈ 20 ബോഗിയുള്ള ട്രെയിൻ വരും. ആ കണക്കനുസരിച്ചുള്ള ട്രെയിനിന്റെ നീളവും പലതിനും 8 ബോഗിയുള്ള ട്രെയിനും 16 ബോഗിയുള്ള ട്രെയിനും 20 ബോഗിയുള്ള ട്രെയിനുകളാണ് ഉള്ളത്. ഏറ്റവും കൂടിയ ബോഗിയുള്ള നീളത്തിന് ടോട്ടൽ നീളം 1560 അടി നീളമാണ്. ഇതിന്റെ സ്പീഡ് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്നു, 180 കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എയർ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും സഡൻ ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റ് ട്രെയിനുകളെ പോലെ ചെങ്ങല വലിക്കുന്ന സംഗതിയൊന്നുമില്ല. ഇത് നമുക്ക് വോയിസ് അലർട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഫ്രണ്ടിലായിട്ടുണ്ട്. ആ വോയിസ് അലർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലോക്കോ പൈലറ്റിന് മനസ്സിലാകുന്നതാണ്, അവർക്ക് നിർത്താൻ പറ്റും. അതുപോലെ CCTV നിരീക്ഷണത്തിന് ഇരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ അനലൈസ് ചെയ്യുന്നുണ്ടാവും. നമ്മളിരിക്കുന്നത് നമ്മളെയൊക്കെ ആൾക്കാരെ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഏറ്റവും
ഒരു മെജോറിറ്റി ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വിശാലമായ സ്പേസ് ഉണ്ട്. നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ നമ്മളൊരു ട്രെയിനിൻ്റെ അതൊരു ഉലച്ചിലോ കുലുക്കോ ഒന്നും ഉണ്ടാകാൻ ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും കംഫർട്ടബിൾ യാത്രയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനകത്തുള്ള. നിങ്ങൾ ഒരുപാട് പേർക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും, എന്നാലും യാത്ര ചെയ്തവർക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പറയേണ്ട ഒരു കാര്യം, ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ അവതരിപ്പിച്ച ശേഷം ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഒരു കാര്യം 10 മണിക്കൂർ യാത്രയുള്ളതിന് മാക്സിമം ഉണ്ട്. 1200 കിലോമീറ്ററിന് താഴെ ഈ യാത്ര നിൽക്കും. ഇത് പൂർണ്ണമായിട്ടും വൈദ്യുതീകരണമായ ഒരു ട്രെയിനാണ്, വൈദ്യുതീകരിച്ച ട്രെയിനാണ്. അതിൻ്റെ യാത്രകളെല്ലാം തന്നെ ഓവർ ടോപ്പിലൂടെ കറണ്ടിന്റെ പാസിങ്ങിലൂടെയാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഇന്ധനം കറണ്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് 1200 കിലോമീറ്റർ അല്ലെ 10 മണിക്കൂർ യാത്ര മാത്രമേ ഇത് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിലവിൽ നൈറ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന യാത്രകളില്ല. ഡേ ടൈം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങും ഡേ ടൈം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല, അതിൻ്റെ പരിമിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും യാത്ര 1200 കിലോമീറ്റർ പരിമിതിക്കകത്താണ് നിൽക്കുന്നത്. അത് 800 തൊട്ട് 1200 കിലോമീറ്റർ മാത്രമേ ഈ ട്രെയിൻ ഓടുകയുള്ളൂ. അത് 10 മണിക്കൂർ 8 തൊട്ട് 10 മണിക്കൂറിനകത്തുള്ള യാത്രകൾ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. നമുക്കൊന്ന് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിനൂടെ മുട്ടക്കറിയുണ്ട്, കൂടെ എന്തൊരു ചെന പോലത്തെ എന്തൊരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് തന്നിട്ടുണ്ട്. കൊള്ളാം. ഞാനത് ഇതൊരു സീറ്റാണ്. മുട്ടക്കറിയാണ്. അവിടെ കുഴപ്പമില്ല, നല്ലതാണ്. ഇതിൻ്റെ ഫെസിലിറ്റികൾ നോക്കി കഴിഞ്ഞാൽ കിച്ചൺ ശരിക്കും കിച്ചൺ നല്ല സ്റ്റോർ സ്പേസിലാണ് നൽകുന്നത്. അതേപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനും വെള്ളം വെക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇപ്പം ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി മോശം പറഞ്ഞാലും എത്ര കണ്ട് മോശം പറയാൻ പറ്റുമെന്നറിയില്ല. അത്യാവശ്യം എത്രയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ CCTV സിസ്റ്റം എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മളെപ്പോഴും വാച്ച് ചെയ്ത് നിൽക്കുന്നത്. എമർജൻസി സിസ്റ്റം എല്ലാം തന്നെ ഉണ്ട്. എക്യുപ്ഡ് ആയിട്ടുള്ള എമർജൻസി സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അത്യാധുനികമായ ലോക്കിംഗ് സിസ്റ്റം. എമർജൻസി ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ, അത് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാണ്ട്. വീണ്ടും ഓട്ടോമാറ്റിക് ബ്ലോവറാണ്. 2 മിനിറ്റേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റോപ്പ് ടൈം. മെയിൻ സ്റ്റോപ്പുകൾ 3 മിനിറ്റാണ്. പിന്നെ വെസ്റ്റേൺ ടൈപ്പ് ഒരു ബാത്റൂമാണ് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും CC ചെയറിനകത്ത് വരുന്നതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ചെയർ വളരെ വൃത്തിയുള്ളൊരു ബാത്റൂമാണ്. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടൊരു ക്ലോസറ്റ് ഉണ്ട്, വാഷ് ബേസിനുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. വാക്വം ചെയ്യാണ്. വാക്വം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് കൈ വാഷ് ചെയ്യാനും ഉള്ളതായിട്ടൊരു ഹാൻഡ് വാഷർ വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ബാത്റൂമാണ്. എല്ലാ ഫെസിലിറ്റിയും അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക, അതിനകത്ത് സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കരുത്. വൻ പഴ കൊടുക്കേണ്ട ഒരു സ്മോക്ക് അലാർട്ടിയും നമ്മളെ പിടിക്കപ്പെടും. നല്ലൊരു വാഷ് ബേസിനുണ്ട്, മിററുണ്ട്, ലിക്വിഡ് സോപ്പ് ഇരിപ്പുണ്ട്. നല്ല സ്മെല്ലോട് കൂടി വെക്കാണ്ട് എല്ലാ എക്യുപ്മെൻറ്റും വെച്ചിട്ടുണ്ട്. വെൽ സെറ്റപ്പോട് കൂടി വെച്ചേക്കുന്ന ഒരു ബാത്റൂമാണ്. വീണ്ടും പറയുന്നത്, ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിക്കാൻ ശ്രമിച്ചാൽ അന്നേരം തന്നെ പിടിക്കപ്പെടും. വലിയ എമൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും. വന്ദേ ഭാരത് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുക. അത് നിങ്ങൾക്ക് ആപത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമേ. എക്സിക്യൂട്ടീവ് ചെയറിനകത്ത് വരുമ്പോൾ മറ്റൊരു ഇന്ത്യൻ ടൈപ്പ് കൂടെ ഉണ്ട്, എക്സിക്യൂട്ടീവ് അല്ലാതെ തന്നെ. ടോട്ടലി നമ്മൾ എമർജൻസി ആയിട്ട് നമുക്ക് പണ്ട് ചെയിൻ വലിക്കേണ്ടതിന് പകരമായിട്ട് എമർജൻസി ആയിട്ട് ലോക്കോ പൈലുമായിട്ട് ബന്ധപ്പെടാനുള്ള ബട്ടണാണ്. ഇവിടെ ഞെക്കിയിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, സ്പീഡാക്കണമെങ്കിൽ സ്പീഡാക്കുകയും അങ്ങനെ ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ് ഡോറ് ഓപ്പൺ ആകുന്നത്. ഓട്ടോമാറ്റിക് ഞെക്കിയാൽ ഡോർ ഓപ്പൺ ആകും. ഒരു ക്യാമറ സിസ്റ്റം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ, ട്രെയിൻ പോകുന്ന സ്പീഡ്, അതിനോടനുബന്ധിക്കുന്ന ഏത് സ്റ്റോപ്പാണ്, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാണിക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു മിനിറ്റിനുള്ളിൽ ഈ ഡോർ ഓട്ടോമാറ്റിക് ലോക്ക് ആകും. ഈ ഗ്രീൻ ബട്ടണെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ആകുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ നിലവിലുള്ള ഫീച്ചേഴ്സ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ടീയുടെയും കോഫിയുടെയും പൗഡർ കൊണ്ട് തന്നു. ആ കൂടെ തന്നെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് നല്ല ഹോട്ട് വാട്ടറും ഒരു സ്പൂണും തന്നു, സ്റ്റിക്ക് തന്നു.
ഇത് നമ്മൾ ചൂട് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുക. ആ കൂടെ അതൊന്ന് ഇളക്കി കൊടുത്താൽ ചായ കുടിക്കേണ്ടവർക്കാണ് ചായ ആയിട്ട് വാങ്ങിക്കാം, കോഫിക്കാർക്കാണ് കോഫി വാങ്ങിക്കാം. ഇതൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാത്തവർക്കും അവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കുന്നതിനും ഈ ചായ കുടിക്കുന്നതിനും കോഫി കുടിക്കുന്നതിനും ഒക്കെ സാഹചര്യമുണ്ട്. അത് നമുക്ക് കിട്ടുകയെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ആ കൂടെ ബിസ്ക്കറ്റും തരുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ആക്ഷേപമില്ല നിലവിലിപ്പോൾ. നല്ല ഫുഡാണ്, നല്ല പെരുമാറ്റം. അവനൊരു ചാർജിങ് പോയിന്റ് എല്ലാ സീറ്റിന് അടിയിലുണ്ട്. അത്യാവശ്യം പുഷ് പാക്കാണ് സീറ്റ്. കൂടെ വന്ദേ ഭാരതിൻ്റെ യാത്രാ ഷെഡ്യൂളിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ സമയം നോക്കി യാത്ര ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം പോകണം, കാസർഗോഡ് കൊണ്ടവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് ചെയറിലോട്ടാണ്. എക്സിക്യൂട്ടീവ് ചെയർ സെയിം ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം മറ്റു ഓപ്ഷൻ പോലൊക്കെ തന്നെയേ ഉള്ളൂ. എന്നാലും ഇതിനൊരു 180 ഡിഗ്രിക്കകത്ത് ഈ സീറ്റുകൾ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള 2 സീറ്റ് എന്നുള്ള രീതിയാണ്. മറ്റേ 3 സീറ്റ് ആണെങ്കിൽ CC ചെയറിന് 3 സീറ്റ് ആണെങ്കിൽ 2 സീറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ ഇതിരിക്കാം, അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തിരിക്കാം. നമുക്ക് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന യാത്രയാനുള്ള രീതിയിലുണ്ട്. ഒരു പെഡൽ ഇതിന് താഴെ കൊടുക്കുന്നു. ആ പെഡല് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെഡൽ ചവിട്ടിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് 180 ഡിഗ്രിയിൽ നിർത്താം. അത്യാവശ്യം 4 പേരൊക്കെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ സംസാരിച്ച് പോകാനൊക്കെ വളരെ കംഫർട്ടബിളാണ് എക്സിക്യൂട്ടീവ് ചെയർ. എന്നാൽ ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇരട്ടി, മറ്റു CC ചെയറിനേക്കാളും ഇരട്ടി ചാർജ് വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഇതിനകത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട്. സ്പേസാണ് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് എന്തിൻ്റെ. മറ്റതിനകത്ത് സ്പേസ് ഇല്ലെന്നുള്ളതല്ല, നല്ല സ്പേസ് ഇതിന് അലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം കിച്ചണും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പോകുന്നത്. അവരുടെ ലോണ്ടറി ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. ബാത്റൂം ഫെസിലിറ്റി ഇന്ത്യനുണ്ട്, വെസ്റ്റേൺ ഉണ്ട്. ഇതിനെല്ലാം ലോക്കിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് 4ാമത് 5ാമതൊക്കെ വരുന്ന രീതിയിലാണ് ഈ എക്സിക്യൂട്ടീവ് ഭാഗത്തുണ്ട്. 2 വന്നേക്കുന്നത്. ഏറ്റവും ഒരു 18 കോച്ചുകൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് എക്സിക്യൂട്ടീവ് കോച്ചിൻ്റെ വ്യൂ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു മറ്റതുമായിട്ട് വലിയ താരതമ്യം ചെയ്യാൻ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ പറഞ്ഞാൽ അത് കാണിച്ചില്ല. ഈ പെഡൽ ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ രീതിയിൽ ഇതിനെ വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. മറ്റ് ചെയറുമായിട്ട് നോക്കുമ്പോൾ CC ചെയറുമായിട്ട് നോക്കുമ്പോഴത്തേന് എക്സിക്യൂട്ടീവ് ചെയറിനൊരു പ്രത്യേകത ഇങ്ങനെയാണ്. നമുക്കൊരു റൊട്ടേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. 180 ഡിഗ്രി, 360 വരത്തില്ല, 180 ആണ്. ഓക്കെ, എല്ലാ കമ്പാർട്ട്മെൻറ്റുകളും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും ഇന്ന് ടൈം വളരെ ഷെഡ്യൂളാണ്. ഏറ്റവും മെയിൻ ടൗണുകളിലെല്ലാം തന്നെ 3 മിനിറ്റ് നേരത്തേക്ക് സ്റ്റോപ്പും, ബാക്കിയുള്ള ടൗണിലെല്ലാം 2 മിനിറ്റ് നേരത്തേക്കേ നിൽക്കുന്നുള്ളൂ. നമുക്ക് കേരളത്തിൽ 10 സ്റ്റോപ്പുകളാണുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, ഷൊർണൂർ, തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, കോട്ടയം കഴിഞ്ഞാൽ ചെങ്ങന്നൂർ, കൊല്ലം, ട്രിവാൻഡ്രം അങ്ങനെ പോകുന്നു. ആലപ്പുഴ ടച്ച് ചെയ്യുന്നില്ല. ആലപ്പുഴയ്ക്ക് വേണ്ടി വേറൊരു കോച്ച് വരുന്നുണ്ട്. പുതിയതായിട്ട് ആലപ്പുഴയ്ക്ക് ഒരു വന്ദേ ഭാരത് വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു ഷെഡ്യൂൾ താമസിപ്പിക്കാറില്ല. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ട്രെയിൻ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ട്രെയിൻ ഇല്ല. വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ 6 ദിവസം ഓടുന്നുള്ളൂ, 7ാം ദിവസം ഓടുന്നില്ല. അത് വ്യാഴാഴ്ചയാണ് ഇല്ലാത്തത്. പറ്റുന്നവരെല്ലാം തന്നെ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കിട്ടാണ്ട്. അതൊന്ന് മനസ്സിലാക്കിക്കാൻ നന്നായിരിക്കും. സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ അനുവദനീയമുള്ളൂ. ഇത് ഈ ഓരോ സ്റ്റോപ്പുകളിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അല്ലാതെ നമുക്ക് നിന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ സമ്മതിക്കത്തില്ല. അവർ TTRനും അവർ സ്റ്റാഫുകൾക്കും ബാത്റൂമിൽ പോകേണ്ടവർക്കും മാത്രമേ നടന്നു പോകാൻ അനുവദിക്കുകയുള്ളൂ. എല്ലാവരും ഓരോ സ്റ്റോപ്പുകളിൽ ഇറങ്ങാൻ വേണ്ടി 1 മിനിറ്റ് മുമ്പ് വന്ന് നിൽക്കുന്നതാണ്. അല്ലാതെ ഇരുന്ന് സീറ്റ് യാത്രയ്ക്കുക. പിന്നെ ഇത് നമ്മുടെ ട്രെയിൻ പൂർണ്ണമായിട്ടും ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ വീണ്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കണം. സുനിൽ, ബായ്. ഓക്കേ.